ആലപ്പുഴ തലവടിയിൽ നിന്നുള്ള ഒരു വാർത്ത എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയിടെ 10 മക്കളുണ്ടെങ്കിലും പരിചരണമോ ഭക്ഷണമോ കിട്ടാതെ വൃദ്ധയായ അമ്മ മരിക്കുന്നു. അച്ഛൻ പുഴുവരിച്ച നിലയിൽ വാടക വീട്ടിൽ അവശനായി കഴിയുന്നു. അമ്മയുടെ ശവദാഹത്തിന് മക്കൾ എത്തിയെങ്കിലും രോഗാതുരനായ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകാൻ അവരാരും തയ്യാറായില്ല. അയൽവാസി ഏർപ്പാട് ചെയ്തൊരു ഹോം നേഴ്സാണ് ഇപ്പോൾ അച്ഛനെ നോക്കുന്നതും പരിചരിക്കുന്നതും. ആകെയുള്ള വരുമാനം ക്ഷേമ പെൻഷൻ, അതിപ്പോൾ കിട്ടുന്നുമില്ല. ശക്തമായ വയോജന സംരക്ഷണ നിയമമുള്ള നാട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് കൂടി നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവിശ്വസനീയം എന്നേ മനസ്സിലാക്കാൻ കഴിയും നമുക്ക്. കാര്യം കുട്ടികളെ നോക്കാത്ത മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കാൻ വകുപ്പുള്ള ഒരു നാട്ടിൽ ഇതൊക്കെ സംഭവിക്കുന്നു. മാതാപിതാക്കൾ അവരുടെ വാർദ്ധക്യകാലത്ത് അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം ഉറപ്പാക്കേണ്ടത് മക്കളുടെ ബാധ്യതയാണ്, ചുമതലയാണ്, കടമയാണ്. മക്കൾ സംരക്ഷിച്ചില്ലെങ്കിൽ വസ്തു തിരിച്ചെടുക്കണമെന്ന വ്യവസ്ഥ ആധാരത്തിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പോലും തിരിച്ചെടുക്കാൻ മാതാപിതാക്കൾക്ക് അധികാരമുണ്ടെന്ന് ഈയിടെയാണ് തമിഴ്നാട് ഹൈക്കോടതി വിധിച്ചു കളഞ്ഞത്. പലരും ചിന്തിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. എല്ലാ കോടതി വ്യവഹാരങ്ങൾക്കും നിയമവ്യവസ്ഥയ്ക്കും അപ്പുറം ഒരു സത്യമാണത്. ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് മാതാപിതാക്കളാണ്. അതൊക്കെ നമ്മൾ എന്നാണ് ഇനി തിരിച്ചറിയുക? നിങ്ങളുടെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നിങ്ങളുടെ മക്കളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് മറക്കണ്ട. നിങ്ങൾക്കും ഒരു വാർദ്ധക്യകാലം വരും എന്ന് ഓർമ്മിക്കുക. നിങ്ങൾ സമയത്ത് തിരിച്ചറിയുന്നില്ലെങ്കിൽ വൈകി പോകും. നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് പിന്നീട് നിങ്ങൾ പഠിക്കും എങ്ങനെ മാതാപിതാക്കളെ ട്രീറ്റ് ചെയ്യണം എന്ന്.